ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദിലീപ്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കാം. ഒരു പെട്ടെന്ന് വീട്ടിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടേസ്റ്റി ഐറ്റം. ഓക്കെ, അതിനായിട്ട് നമുക്ക് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. ഇതിനെ നമുക്ക് ഉള്ളിപ്പുളി എന്നൊക്കെ വിളിക്കാം. ഞാനിവിടെ കുറച്ച് ചെറുള്ളി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ചെറുതാക്കി കട്ട് ചെയ്ത് എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഒരു 10-12 വെളുത്തുള്ളിയാണ്. അതും ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് പുളി, അത്യാവശ്യം വലുപ്പത്തിൽ ഉള്ള കുറച്ച് പുളി നമുക്ക് ഇതേപോലെ കുറച്ച് വെള്ളത്തിലിട്ട് വെക്കാം. പിന്നെ ഒരു തക്കാളി, വലിയ തക്കാളിയാണെങ്കിൽ ഒരെണ്ണം എടുക്കാം, ചെറുത് 2 എടുത്തോളൂ. ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില. ഓക്കെ, ഇത്ര സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കൊരു 1/2 സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിനെ കൂടെ ഇട്ട് കൊടുക്കുക. ഓക്കെ, ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുള്ളി കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, അത്യാവശ്യം പകുതി വേവാകുമ്പോഴേക്കും നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളികൾ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കാം. നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണ്ടത് പിന്നീട് ചേർക്കാം, കുറച്ച് ചേർത്താൽ മതി. ഇപ്പോൾ പിന്നീട് നമ്മൾ മസാലയൊക്കെ ചേർക്കുന്നതിന് കൂടെ നമുക്ക് ആവശ്യത്തിന് പിന്നീട് ചേർക്കാം. കണ്ടോ, ഇതുപോലെ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറിൽ ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വേവിച്ചെടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം ഇവിടെ 1 സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് അധികം ചേർക്കാൻ വേണ്ടവർക്ക് അധികം ചേർക്കാം. പിന്നെ ഞാനിവിടെ 1.5 സ്പൂണ് കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. നമ്മുടെ മസാല ഒന്ന് ചൂടാക്കി എടുക്കണം. ആ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളി ഒന്ന് പിഴിഞ്ഞ് അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. നീര് മാത്രം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കാം. പിന്നെ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം.
പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 സ്പൂണ് പഞ്ചസാര ഞാൻ ഇടുന്നുണ്ട്. അത് നമുക്ക് ഈ പുളി എരിവൊക്കെ ഒന്ന് ഈക്വൽ ആകാൻ വേണ്ടിയിട്ട് ഒരു 1/2 സ്പൂൺ, അത് ഓപ്ഷനിലാണ്, ആവശ്യമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ചൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കും. വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. ഓക്കെ, ഇതുപോലെ നന്നായിട്ട് വെള്ളം ഒന്ന് വറ്റി വന്നു കഴിഞ്ഞാൽ, ഓക്കെ, അത്യാവശ്യം നമുക്ക് നന്നായിട്ടൊന്ന് വെള്ളം വറ്റി വന്നിട്ട് ഒരുപാട് വെള്ളം ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് ഡ്രൈ ആയിട്ട് വരണം. ഒരുപാട് ചാറായി കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് പോകും. ഓക്കെ, നമുക്ക് ഇത്രേ ഉള്ളൂ നമ്മുടെ ഉള്ളിപ്പുളി. അപ്പോൾ ഈ സാധനം മതി നമുക്ക് ചോറുണ്ട്. പ്രത്യേകിച്ച് വേറെ ഒരു കറിയും വേണ്ട. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അറിയാം അപ്പോൾ അതിന്റെ ടേസ്റ്റ് എന്തുവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഇങ്ങനത്തെ ഫുഡ് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമന്റ് വഴി ഒന്ന് അറിയിക്കുക. അതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഓക്കെ.